സർജറി ചെയ്യാൻ നേരം കൂടെ പറപ്പുണ്ട്. ഭർത്താവിൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് തന്നതിൻ്റെ ജീവിതം തന്ന. ഇനി ഞാൻ ആരുടെ മുമ്പിലും തല കുനിക്കത്തില്ല. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ നല്ലോണം റിയാക്ട് ചെയ്യും. എനിക്കിനിയും മരിക്കാനൊന്നും നേരമില്ല മോളെ. എനിക്കിനിയും ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ അനുഭവിച്ച വേദനകൾ, എൻ്റെ ഒരു ബുക്ക് എഴുതണം. ഇപ്പം മോള് കണ്ണ് നിറയുന്ന ഞാൻ ഇത്ര അനുഭവിച്ച വേദനകൾ പറയും. അപ്പം ഞാൻ എഴുതുന്ന ബുക്ക് വായിച്ച മോൾ എന്ത് ചെയ്യും? കല്യാണത്തിൻ്റെ തലേ ദിവസം അമ്മ എന്നെ അടുത്ത് വിളിച്ചിട്ട് എന്നോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നീ പോവുക, നിനക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും അറിയത്തുള്ളൂ. നിസ്സാക്ഷിയായിട്ട് താലി ചാർത്തി പുരുഷനെ ദൈവത്തെ പോലെ കാണണം. അമ്മ എനിക്ക് നല്ലൊരു അമ്മയായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. അല്ലാതെ നീ ഭർത്താവ് പറയുമ്പോൾ നീ അന്നേരം തർക്കുത്തരം പറയണം അങ്ങനെയല്ല പറഞ്ഞു. നിറവേറോടെ ഇരിക്കുമ്പോൾ ഭക്ഷണം തരാതെ വരെ ഇരുന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചിട്ട് എനിക്ക് എടുക്കാൻ പാടുള്ളൂ. അമ്മ മരവിച്ച് പോയതിനൊപ്പം മരവിച്ച് പോയ ഒരു മനസ്സാണ് എൻ്റേത്. ഇനി എനിക്ക് പറ്റത്തില്ല അടിമയാകാൻ ആരുടെ. സദാസമയം അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിഴൽ പോലെ നിൽക്കുന്ന എൻ്റെ അച്ഛൻ. പക്ഷേ കൗമാരദശയിൽ എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മദ്യപാനിയായിട്ടുള്ള ഒരാളുടെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീവിഷയത്തിലുള്ള ഒരാളുടെ കൂടെയോ ഒക്കെ ജീവിക്കുന്നതിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ് ഒരു സംശയം ഉള്ള ഒരു ആളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. നിസ്സഹായമായിട്ട് നിശബ്ദമായിട്ട് കല്യാണം കണ്ടിട്ടില്ല, പിന്നെ ഒരു ബസ്സിൽ കയറി പോയിട്ടില്ല. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പോലെ അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന എൻ്റെ അമ്മയെ ഞാനും മിണ്ടിയാൽ പോലും അച്ഛന് സംശയമാണ്. ഗുരുദേവൻ്റെ ഗുരുർബ്രഹ്മ അത് ചൊല്ലിപ്പിക്കുക 1001 പ്രാവശ്യം. അപ്പോൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുകി വീഴുവോ. പക്ഷെ അച്ഛൻ നോക്കിയിരിക്കും. മകളുടെ കൈ വേദനിക്കാതിരിക്കാൻ അച്ഛൻ നോക്കിയിരിക്കും. പക്ഷെ എൻ്റെ അയ്യോ വീഴുവോ ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അച്ഛൻ തട്ടിക്കളയും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കോർട്ടിസോൺ വരുമല്ലേ. എൻ്റെ അമ്മയുടെ ജീവിതം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. നല്ലൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ 17 വയസ്സിന് മൂത്ത അച്ഛനെ കല്യാണം കഴിച്ച് വൈദ്യ കുടുംബത്തിൽ വന്നു. എല്ലാം ഉണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അടിമയെ പോലെ ജീവിക്കാൻ തോന്നി. അത് ആരെങ്കിലും ശരിക്കുള്ള ദോഷം ഇവിടെയല്ലേ ചേച്ചി? ഞാൻ ചേച്ചിയുടെ ക്യാൻസർ സർവൈവർ ആണെന്ന് പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആരാണ് ശരിക്കും പ്രിയാഷൈൻ? പ്രിയാഷൈൻ എന്ന് പറയുന്നത് പുച്ഛം, പരിഹാസം, അവഹേളനം, ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തൽ, ഭ്രാന്തി എന്നുള്ള വിളി കേട്ട് മനസ്സ് തകർന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ് പ്രിയാഷൈൻ. ചേച്ചി തന്നെ പറഞ്ഞു, ചേച്ചി BA എത്രയാണ്? BSc MA മലയാളം ലിറ്ററേച്ചർ. ചേച്ചിയുടെ ശരിക്കുള്ള വീട് പാലായി തന്നെയാണ്. പാല അല്ലേ? മേലമ്പാറ. ചേച്ചി വൈദ്യ കുടുംബമാണ്. കേളൻ വൈദ്യരുടെ കൊച്ചുമോളാണ് ഞാൻ. കേളൻ വൈദ്യരുടെ കൊച്ചുമോളാണ്. അപ്പം ചേച്ചി ഇങ്ങനെ ഈ പറയുന്ന ഒരു എന്താ പറയുക, പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്താ ജോലിക്ക് പോകാൻ പറ്റാത്തതാണോ അതോ ഇങ്ങനെ ഒരു ലൈഫ് മതിയെന്ന് ചൂസ് ചെയ്തതാണോ? അതുകൊണ്ടല്ല മോളെ, എനിക്ക് 10-12 പേരോളം എന്നെ കല്യാണം കഴിക്കാൻ വന്നത്. അപ്പോൾ 2 പെൺപിള്ളേരുള്ളതുകൊണ്ട് പ്രോപ്പർട്ടി ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര, ഞങ്ങൾ 2 പെൺപിള്ളേർ ഇഷ്ടംപോലെ പൂസത്തുണ്ടല്ലോ. അപ്പം ഞാൻ അന്നേരം എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജീവിതം ജീവിച്ച് തീർക്കുന്ന ഒരു സ്ത്രീയാണ്. മദ്യപിക്കത്തില്ല, പെണ്ണ് വിഷയമില്ല, പുറത്തോട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോകത്തില്ല. സദാസമയം അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിഴൽ പോലെ നിൽക്കുന്ന എൻ്റെ അച്ഛൻ. പക്ഷേ കൗമാരദശയിൽ എൻ്റെ അമ്മ എന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. മദ്യപാനിയായിട്ടുള്ള ഒരാളുടെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീവിഷയത്തിലുള്ള ഒരാളുടെ കൂടെയോ ഒക്കെ ജീവിക്കുന്നതിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടാണ് ഒരു സംശയം ഉള്ള ഒരു ആളുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നതെന്ന്. 10-14 മുറിയുള്ള വീടുകളിലൂടെ വെന്റിലേറ്റർ വരെ അടച്ചിട്ടിട്ട് എൻ്റെ അമ്മ 50 വർഷത്തോളം നിസ്സഹായമായിട്ട് നിശബ്ദമായിട്ട് കല്യാണം കണ്ടിട്ടില്ല, പിന്നെ ഒരു ബസ്സിൽ കയറി പോയിട്ടില്ല. എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പോലെ അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന എൻ്റെ അമ്മയെ ഞാനും മിണ്ടിയാൽ പോലും അച്ഛന് സംശയമാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാണ് ഞാൻ ഈ ഒരു നിലയിലെത്തുന്നത്. ഞാൻ ഒരു ചാനലിലും ഇങ്ങി പൊട്ടിയിട്ടില്ല. പക്ഷെ എനിക്കിനി വയ്യ. ബന്ധുക്കളുടെ അവഹേളനം, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു അമ്മയും മോളെ കളിയാക്കാനും ഭ്രഷ്ട് കൽപ്പിക്കാനും ആളുണ്ട്. അവർക്കൊരു നല്ല ജീവിതം, എനിക്കൊരു നല്ല വിവാഹ ജീവിതം കിട്ടിയപ്പോൾ അവരെല്ലാം നേരെ തിരിഞ്ഞു. എന്തിനാ മോളെ ഞങ്ങൾ എന്നും അതപ്പതിച്ച അങ്ങനെ കിടക്കണോ? ആ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അവരെന്നാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ വാരി പാലും പഴവും മുട്ടയും എല്ലാം കൊടുത്ത് നമ്മുടെ ഒരു മനുഷ്യജീവി ജീവിക്കുകയാണ്. നടക്കാൻ പോലും ആ സ്ത്രീക്ക് അറിയില്ല. കാരണം തിണ്ണ ചുറ്റും ഉണ്ടെങ്കിൽ ആ തിണ്ണെ പോലും ഇറങ്ങാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്ത അമ്മ 6 മണിയാകുമ്പം കാപ്പി അച്ഛന്
ഇങ്ങനെ ഒരു നോട്ടത്തിൽ കാപ്പി അവിടെ ആകണം. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 12 മണിക്ക് ഉച്ചഭക്ഷണം, 3 മണിക്ക് ചായ, വൈകുന്നേരം 7 മണിക്ക് രാത്രിയിലെ ഭക്ഷണം. അങ്ങനെ ഒരു ചിട്ട അമ്മ ജീവിച്ച് ഇപ്പോൾ ഒരു 1.5 വർഷമായതേ ഉള്ളൂ. അമ്മ തീരെ സുഖമില്ല. അമ്മയ്ക്ക് ഡിമെൻഷ്യ, മറവി, ഇത്ര അനുഭവത്തിൽ നിന്ന് വന്നതാ. എനിക്ക് ക്യാൻസർ ഉണ്ടായത് ഈ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ അനുഭവിച്ച ജീവിത വ്യതകളൊന്നും എനിക്കിവിടെ പറയാൻ പോലും പറ്റത്തില്ല. ചേച്ചി കൂളാവ്, എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ് മുന്നേ കരയുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര വിഷമമാണ്. അല്ല, ഒരു പെണ്ണ് അനുഭവിക്കുന്ന, മോളിപ്പോൾ പറഞ്ഞില്ലേ, ഈ അവൾ കിടന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു. ഞാൻ അനുഭവിച്ച നാത്തൂമാരുടെ പോര്, എൻ്റെ ഭർത്തൃ വീട്ടിൽ ഞാൻ അനുഭവിച്ച വേദന, അമ്മയില്ലാത്ത വീട്ടിൽ പോയിട്ട് 9 വർഷം അടുക്കളയിൽ ഈ തീ ഊതി ഊതി, അത് കഴിഞ്ഞാണ് ഗ്യാസ് അടുപ്പ് മേടിക്കുന്നത്. അവിടെ ഓർത്തഡോക്സ് ചിന്താഗതിയായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് പുരോഗമന ചിന്താഗതിയായിരുന്നു. അപ്പോൾ ഈ നിറവയറോടെ തീ ഊതി 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 അതൊന്നും ആർക്കും കാണാനില്ല. ഞാൻ 2 വാക്ക് പറയുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, ഷെയ്പ്പുള്ള ഉടുപ്പിടുന്നു. എനിക്ക് ജീവിക്കണ്ട, എനിക്കില്ല സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ എന്ന് ഞാൻ 18 വയസ്സ് വരെ നിറങ്ങളില്ലാത്ത കൗമാരം, ചേച്ചി സ്വപ്നങ്ങളില്ലാത്ത കൗമാരം, വിവാഹ ജീവിതമെങ്കിലും നല്ലതാണ്. എൻ്റെ ചേച്ചിയോട് ഞാൻ ഇപ്പം ചോദിക്കട്ടെ, അമ്മ ഈ ഒരു കാര്യം പറഞ്ഞു, അപ്പം ചേച്ചിക്കും എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് എന്താണ് ഇങ്ങനെയെന്ന്? ചോദിക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഡിമെൻഷ്യ ആയിട്ടിരിക്കുമ്പോൾ അല്ല, ചേച്ചിയുടെ ചെറുപ്പത്തില് പേടിയാണല്ലേ? പിന്നെ 10ാം ക്ലാസ് വരെ എനിക്ക് ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ഒരു പാട്ട് പാടാനോ എഴുതാനോ ഒന്നും കീറിയൊക്കെ കളയുമായിരുന്നു. അച്ഛനെ കുറ്റപ്പെടുത്തുമല്ലോ, എനിക്ക് അച്ഛൻ്റെ ജീവനാണ്, പക്ഷേ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം ഞാനും അമ്മയും കൂടെ സംസാരിച്ചപ്പം വഴക്ക് പറഞ്ഞു, ക്യൂടെക്സ് ഇടുമ്പോൾ ചിരണ്ടി കളയിപ്പിക്കും ഇങ്ങനെ. പിന്നെ മെഴുകുതിരി കയ്യിൽ ഒറ്റിച്ച് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ശിക്ഷകൾ. ഗുരുദേവൻ്റെ ഗുരുർബ്രഹ്മ അത് ചൊല്ലിപ്പിക്കും 1001 പ്രാവശ്യം. അപ്പോൾ കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുകി വീഴുവോ, പക്ഷെ അച്ഛൻ നോക്കിയിരിക്കും. മകളുടെ കൈ വേദനിക്കാതിരിക്കാൻ അച്ഛൻ നോക്കിയിരിക്കും. പക്ഷെ എൻ്റെ അയ്യോ വീഴുവോ, ഇങ്ങനെ വരുന്ന കഴിയുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അച്ഛൻ തട്ടിക്കളയും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കോർട്ടിസോൺ വരുമല്ലേ. അത് കഴിഞ്ഞ് വിവാഹശേഷം ഈ നാത്തുമാര് ഭയങ്കര. ചേച്ചി അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ചേച്ചി തന്നെ പറയുന്നുണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മ, പക്ഷെ അനിയത്തി ഭയങ്കരമായിട്ട്, അവളുടെ അടുത്ത് ഇതൊന്നും ചെലവാകത്തില്ല, അവള് ഭയങ്കര ബോൾഡാ. പക്ഷെ ഞാൻ അനുഭവിച്ച ഇപ്പൊ അമ്മ അങ്ങനെയുള്ള ചേച്ചിക്ക് കല്യാണം വന്നെന്ന് പറയുമ്പോൾ ചേച്ചി എന്തായിരിക്കാം പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് എനിക്കൊരു കൃഷിക്കാരൻ മതി, എനിക്ക് ജോലിയുള്ളവരെയാണ്, 12 പേരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് മാറ്റി. അപ്പം അച്ഛൻ ചോദിച്ചാൽ നിനക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടോ? ഞാൻ നല്ല അച്ഛൻ എനിക്ക് കൃഷിക്കാരൻ മതി. അങ്ങനെയാണ് കൃഷിക്കാരനായിട്ടുള്ള ഷൈൻചേട്ടൻ വന്നത്. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വിപരീതമായിട്ട് പുള്ളി ബിസിനസ് തുടങ്ങി. കുറേ അത് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല, പുള്ളി ശുദ്ധനായിട്ടുള്ള പാവ മനുഷ്യൻ. അങ്ങനെ അത് പൊട്ടി. ഞങ്ങൾ പിന്നെ പാലായിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പാലായനം ചെയ്ത് അങ്ങനെയൊക്കെയാ മോളെ. ഞാൻ ചോദിക്കാൻ കാണുന്നത് നമുക്കിപ്പോൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം വേറൊരു പുരുഷനോട് ഒരു പേടി തോന്നുകയോ കല്യാണ ജീവിതത്തോട് ഒരു പേടി തോന്നുകയോ അങ്ങനെ എന്തെങ്കിലും? വിവാഹ ജീവിതത്തോട് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് വിവാഹം വേണ്ടെന്നായിരുന്നു. അപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിന്ന് എൻ്റെ ഒരു ആൻറ്റി, ഞാൻ പേര് പറയുന്നില്ല, ആൻറ്റി എൻ്റെ എല്ലാ മോളെ അങ്ങനെ നിന്ന് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും മാരും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വേണ്ടാതാകും. അപ്പോൾ അതുകൊണ്ട് മോള് വിവാഹം എന്തായാലും കഴിക്കും, ഇത്ര അനുഭവിച്ച കുഞ്ഞല്ലേ എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്നപ്പോഴെങ്കിലും നമുക്ക് ഇപ്പം അച്ഛനും അമ്മയും ജീവിച്ചൊരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് അറിയാം, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓക്കെ എങ്കിലും എനിക്ക് ഇനിയെങ്കിലും ചേച്ചി പറഞ്ഞ പോലെ നിറം വെക്കും എന്ന്, അതായത് സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നിറം വെക്കുമെന്ന് ചെന്ന് വീട്ടിൽ പിന്നെ എങ്ങനെയായിരുന്നു ലൈഫ്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം അമ്മ എന്നെ അടുത്ത് വിളിച്ചിട്ട് എന്നോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നീ പോവുക, നിനക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും അറിയത്തുള്ളൂ, നിസ്സാക്ഷിയായിട്ട് താലി ചാർത്തി പുരുഷനെ ദൈവത്തെ പോലെ കാണണം. അമ്മ എനിക്ക് നല്ലൊരു അമ്മയായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. അല്ലാതെ നീ ഭർത്താവ് പറയുമ്പോൾ നീ അന്നേരം തർക്കുത്തരം പറയണം അങ്ങനെയല്ല പറഞ്ഞത്. അമ്മയില്ലാത്ത വീട്ടിലേക്കാണ്, നീ ഒന്നും അറിയാത്ത, റെക്കോർഡ് വരയ്ക്കുന്ന പ്രായത്തിൽ അല്ലെ ലിറ്ററേച്ചർ എഴുതുന്ന പ്രായത്തിൽ നീ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഭർത്താവിനെ, നിസ്സാക്ഷിയായിട്ട് താലി ചാർത്തിയ പുരുഷനെ ദൈവത്തെ പോലെ കാണണം. അത് ഇന്ന് വരെ ഞാൻ തെറ്റിച്ചിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ, അമ്മയില്ലാത്ത വീടാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ ആയിരിക്കണം അവിടുത്തെ അമ്മ. അതനുസരിച്ചാണ് ഞാൻ 9 വർഷം അവിടെ ജീവിച്ചത്. പിന്നെ സിസ്റ്റേഴ്സ് എന്നാന്ന് വെച്ചാൽ അവർക്ക് ഇത്തിരി ഓർത്തഡോക്സ് ആണ്. അവർ പോര് ശരിക്കും അമ്മായിമ്മ പോര് അനുഭവിച്ചില്ലെങ്കിലും നത്തും പോര് അത് ഭ്രാന്താണ്. പിന്നെന്താ പറയുക, ഭക്ഷണം തരാതെ വരെ, നിറവേറോടെ ഇരിക്കുമ്പോൾ ഭക്ഷണം തരാതെ വരെ ഇരുന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചിട്ട് എനിക്ക് എടുക്കാൻ പാടുള്ളൂ. ഭയങ്കര സാമ്പത്തികമുള്ള ഫാമിലിയൊക്കെയാണ്, പക്ഷേ അങ്ങനെയുണ്ട്. പിന്നെ നിറവേറോടെ ഇരിക്കുമ്പം കിണറ്റുകരയിൽ തലവഴി വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ല, കാരണം അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടുത്തെ എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടാത്ത സ്നേഹങ്ങളൊക്കെ ആ അച്ഛനെനിക്ക് തന്നത്.
അപ്പം അച്ഛൻ ഇച്ചിരി കഴിക്കുമായിരുന്നു. അപ്പം അച്ഛൻ ഞാൻ പോകുമ്പോൾ കഴിക്കുമെന്ന് പേടിച്ചിട്ട് അച്ഛനെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യിച്ച് ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോലും പോരുമായിരുന്നു. എൻ്റെ അച്ഛനെ എനിക്ക് ജീവനാ, സ്വന്തം അച്ഛനാ കേട്ടോ. ഞാൻ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് അമ്മ മരവിച്ച് പോയതിനൊപ്പം മരവിച്ച് പോയ ഒരു മനസ്സാണ് എൻ്റേത്. അതുകൊണ്ടാണ് ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഓർക്ക് അഗ്നിപർവ്വതമാണ്, സ്ത്രീ അഗ്നിയാണ്. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഇത്ര ഈ ഒരു, അതുകൊണ്ട് ഈ ഒരു അസുഖം വന്നു. ഇനി എനിക്ക് പറ്റത്തില്ല അടിമയാകാൻ ആരുടെയും. ചേച്ചി പിന്നീട് ഷൈൻ ചേട്ടനായിട്ട് ബിസിനസ് പോട്ടുന്നു, നമ്മുടെ ലൈഫ് വീണ്ടും താളം തെറ്റുവാണ്. ഇതൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് താളം തെറ്റിയത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവള് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അവനെ അല്ല 1 ഏക്കർ 2 ഏക്കർ വിറ്റിട്ടാണെന്ന് നശിച്ചു പോയത്. ഞാൻ ആ പാലായിൽ ഇരിക്കുമ്പം ഒരു ഷോർട്ട് ഫിലിമും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എറണാകുളത്തെല്ലാം പൊട്ടിത്തകർന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ എഴുത്തിലേക്ക്, അതായത് എനിക്ക് അവിടെ താഴാൻ പറ്റത്തില്ല. അങ്ങനെ അവരുടെ എല്ലാം പോയി തിരിച്ചു പിടിക്കണം, എഴുതി ഇതിലല്ല, തിരിച്ച് എൻ്റെ അന്തസ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതും അവിടെയും സ്ത്രീക്ക് കുറ്റം ആരോപിക്കുകയാണ്. ഇഷ്ടദാനമായിട്ട് 2 കോടിയോളം രൂപ ഞങ്ങൾക്ക് 2 പെമ്മക്കൾക്കും തന്നിട്ടുണ്ട്. ഇനി എനിക്ക് അവിടെ ഇഷ്ടംപോലെ അസറ്റ് കിടപ്പുണ്ട് പ്രോപ്പർട്ടി ആയിട്ട്. എന്നിട്ട് ഞാൻ കേൾക്കുന്ന എന്താണ്, അവർക്കൊന്നും എൻ്റെ അത്ര വിദ്യാഭ്യാസവും ഇല്ല, പെങ്ങന്മാർക്കും ആർക്കും. നല്ല ഡവറി, നല്ല ഡവറി എന്ന് പറഞ്ഞ കുറ്റമാണ്. ഇഷ്ടദാനമായിട്ട് അത്രയും അസറ്റ് തന്നു. നല്ലൊരു ഫാമിലിയിലെ വൈദ്യ കുടുംബം. എൻ്റെ വല്യച്ഛൻ ലെഫ്റ്റനൻറ്റ് സിവിൽ സർജനായിരുന്നു, കേണലായിരുന്നു, മറ്റേ മിലിറ്ററി ഡോക്ടറായിരുന്നു, MBBS ഡോക്ടർ. അങ്ങനെയൊക്കെയുള്ള പൈതൃകപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബൗദ്ധികമായിട്ടും നിലവാരമുള്ള സ്ത്രീ അനുഭവിച്ചു വന്ന വേദന അത് മോക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് അനുഭവത്തിലൂടെ നമ്മൾ. അപ്പം ഈ പറഞ്ഞ പോലെ ഷൈൻ ചേട്ടനും മോന്റെ പേരെങ്ങനെയായിരുന്നു? മോന് പേര് അദ്വൈത് ഷൈൻ. മോനും ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലേ? മോന് സപ്പോർട്ടെന്ന് പറയാനായിട്ട് എൻ്റെ വേദനകളെല്ലാം ഷൈൻ ചേട്ടനോട് ഞാൻ പറയാൻ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാൻ ഉദ്ദേശിച്ച എനിക്കൊരു എന്താ പറയുക, എനിക്കെല്ലാം പറയാൻ ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാൽ ചമ്പറം പടിഞ്ഞിരുന്ന് ഞാനത് പറയാൻ തുടങ്ങിയപ്പോൾ ഇന്ന് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് പ്രിയെ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഇത് കേട്ടിട്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്കിത് മൊത്തം കേൾക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് പോലും അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ അനുഭവിച്ച ഞാനോ, അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു നീ എഴുതണം, എഴുതി. അങ്ങനെ ഭയങ്കര സപ്പോർട്ട്. അതാണ് ഒരു സ്ത്രീയുടെ പുറകിൽ ഒരു പുരുഷൻ, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം. ഞാനിപ്പോൾ മിനിങ്ങാന്ന് ഒരു അവാർഡ് ഞായറാഴ്ച, പിന്നെ മിനിങ്ങാന്നല്ല ഞായറാഴ്ച തലേ ദിവസം വിളിച്ചു നോക്കി, നീ പോകുന്നില്ല. ഞാൻ അത്ര ദൂരെ പോകാൻ ഒരു പഴയ പോലെ, പോയില്ലെങ്കിൽ വേറെ അതവിടെ ഇരിക്കും, വേറെ ചുണയുള്ളവർ മേടിച്ചെടുക്കും, നിൻ്റെ സാധനം അവിടെ ഇരിക്കും എന്ന് പറഞ്ഞ പുള്ളി അങ്ങനെ സപ്പോർട്ടാണ്. മോൻ പിന്നെ ഭയങ്കരമായിട്ട് മോഡേൺ ചിന്താഗതിക്കാരനാണ്. എന്നുവെച്ചാൽ സ്ത്രീ ഒരിക്കലും അടിമയല്ല, അവരും പുരുഷന്മാരുടെ ഒപ്പം തന്നെ, അങ്ങനെ ഒരു ഇതാണ്. അതാണ് ചേച്ചി ഫെമിനിസം. അതാണ്, അതായത് എല്ലാ കാര്യത്തിലും അവർ അമ്മ ഒറ്റയ്ക്ക് പോയാൽ മതി. മറ്റേത് ഷൈൻ ചേട്ടൻ കൊണ്ടുപോയാൽ മാത്രം എനിക്ക് ഒരു വഴി അറിയത്തില്ല മോളെ. പാലായിൽ നിന്ന് കോട്ടയം വരെ തത്തപ്പിത്ത വരുള്ളൂ. അത് മാറ്റിയെടുത്തത് ഷൈൻ ചേട്ടനാണ്, ഒറ്റയ്ക്ക് വിട്ടു. ഇപ്പം എന്ന് വെച്ചാൽ ഷൈൻ ചേട്ടൻ വർക്ക് ചെയ്യും, മോനൊക്കെ വർക്ക് ചെയ്താലേ നമുക്ക് ഇൻകം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴത്തേക്ക് അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഇപ്പം എനിക്ക് ഭയങ്കര, അതുകൊണ്ട് ആ പുരുഷനാണ് എന്നെ ഒരു ധൈര്യവതിയായ സ്ത്രീയാക്കി മാറ്റിയത്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സോ ജീവിതം ഞാൻ നിങ്ങൾക്ക് പച്ചയ്ക്ക് ചോദിച്ചതിനൊക്കെ മറുപടി തന്നത് മറച്ചു വെക്കാതെ. അത് ഒരു ചാനലുകാരും എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഇൻറ്റിമസി കാര്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞേനെ. അത് വേറൊന്നും കൊണ്ടുമല്ല, പറഞ്ഞെങ്കിൽ മാത്രം എൻ്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന കുറേയധികം ഇതുണ്ട്, ഇങ്ങനെ പുറത്തോട്ട് പോകാതെ കിടക്കുന്ന ആ വിഷമങ്ങളെ അത് നോക്കാല്ല. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമുക്ക് കുറേ ആളുകളെ അറിയാം. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ പലരെ കാണുമ്പോഴും നമുക്ക് ചിലവരെയൊക്കെ നമുക്ക് മനസ്സിലാവേ. അത് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ഉള്ളിൽ എന്താണുള്ളത്. അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അനുഭവങ്ങളും വേദനകളും വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവർ അനുഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. മനസ്സിലായോ? എനിക്കത് എനിക്ക് ഭയങ്കര ഞാനത് ആസ് എ ഒരു വ്യക്തി എന്ന നിലയിൽ ആരുടെ പെയിൻ കേട്ടാലും, പെയിൻ കേൾക്കണ്ട, എനിക്കത് ഫീൽ ചെയ്യും. ഞാനിരുന്ന് എനിക്ക് ഭയങ്കര ചങ്കൊക്കെ വിലങ്ങും. എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. എനിക്കറിയില്ല നല്ലതോ ചീത്തയോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും. ചേച്ചിയോട് ചോദിച്ചപ്പം ഈ പറഞ്ഞ ഷൈൻ ചേട്ടൻ എന്താ ഇപ്പം ജോലി? ചേട്ടന് ബിസിനസ്സാണ്. ഇപ്പം ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, ഇപ്പം ചേച്ചിക്കൊരു നമ്മൾക്ക് ഇങ്ങനെ എഴുതുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അങ്ങനെ നനച്ചിരിക്കാതിരിക്കുമ്പോഴാണ് ചേച്ചിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നത്. അതെങ്ങനെയായിരുന്നു ചേച്ചി? ഒരു
സിംറ്റംസ് എങ്ങനെയായിരുന്നു? സിംറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഓടി നടന്ന് ഇവർക്കൊക്കെ വണ്ടിയും കാറും ഒക്കെ ഉണ്ടെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ ഓട്ടോയ്ക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ ഓട്ടോയ്ക്ക് കുറച്ച് ദൂരം പോയിട്ട് ലാഭിക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടൊന്നും എൻ്റെ കൈ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഇവരോട് ചോദിക്കുമ്പോൾ അമ്മ ഇത്രയും വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് അമ്മ പൈസ വാങ്ങുന്നില്ല? അപ്പം ആ ചോദ്യത്തിൽ എനിക്ക് തരത്തില്ലെന്ന് എനിക്കങ്ങ് തോന്നും. അപ്പം ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നടന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നടന്ന് എഡിറ്റിങ്ങിന് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കുന്ന പോലെ തോന്നി ഈ കൈയും ഒക്കെ. ഞാനത് അത്ര കാര്യമാക്കില്ല. പക്ഷേ ഷൈൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഷൈൻ ചേട്ടൻ പറഞ്ഞു ഒരു ചെക്കപ്പ് എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ കുഴപ്പമില്ലെന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വലത് ബ്രസ്റ്റിന് ഒരു പെയിൻ പോലെ തോന്നിയിട്ട് എൻ്റെ മോനെ ഡെലിവറി എടുത്ത ഡോക്ടർ കൗസല്യ ഡോക്ടർ ഇപ്പം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലുണ്ടായിരുന്നു അന്നേരം. അവർ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടപ്പോൾ പെട്ടെന്ന് പോയിട്ട് മാമോഗ്രഫി എടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു പ്രിയയ്ക്ക് പറ്റിയ ഒരാളെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ചിത്രധാര അതെനിക്ക് ഭയങ്കര എൻ്റെ ആത്മസ്പന്ദനങ്ങൾ അറിയുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടർ എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ ആത്മാവിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഞാൻ ഈ വിഷമത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീകൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. കരയാത്ത സ്ത്രീകളുണ്ടാവും, കരയുന്ന സ്ത്രീകളുണ്ടെങ്കിൽ കോർട്ടിസോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഈ വിഷമിക്കും ഉണ്ടാവും. ഇത് എല്ലാ ദിവസവും കരയാത്ത ഒരു ദിവസം പോലും എൻ്റെ വിവാഹം വരെയില്ല. ഒന്നെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ വഴക്കല്ല, അമ്മേനെ ഇങ്ങനെ നിരന്തരം പറയുമ്പോഴും അത് മിണ്ടാതെ സൈലൻ്റായിട്ട് ഇങ്ങനെ പമ്മിപ്പോയി കണ്ണൊക്കെ നിറയും. അത് ഞാൻ കാണുമ്പോൾ അതങ്ങനെ. പിന്നെ എന്നോട് ചോദിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ. കോളേജിൽ എന്നും എന്നെ കാറിലാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ ബസ്സിന് പോകേണ്ട ദിവസങ്ങളിൽ എന്നോട് പറയും കണ്ടക്ടർ പ്രായം ചെന്ന ഒരാളാണ്, അയാളെ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്നോണം. അപ്പോൾ അച്ഛൻ വീട്ടിൽ നിന്ന് നോക്കുമ്പം ഞാൻ ആ ഇരിക്കുന്നത് കാണാൻ പറ്റും. ആ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണവശാൽ അവിടെ ഇരിക്കാൻ പറ്റാതെ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം അച്ഛൻ തല്ലും. പിറ്റേ ദിവസമല്ല, ആ വന്ന് കഴിയുമ്പോൾ നിന്നെ അവിടെ കണ്ടില്ലല്ലോ തല്ലും. അപ്പോൾ ഞാൻ ഓർക്കുന്നു എനിക്ക് ഇരിക്കാൻ പറ്റാത്തത് വേറെ ആരെങ്കിലും പ്രായം ചെന്നവർ ഇരിക്കുമോ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ. അതുപോലെ ഒരു ദിവസം പോലും കടയിൽ കയറാൻ പറ്റത്തില്ല. കടയിലെല്ലാം ആൾക്കാരെ വെച്ചിരിക്കുമോ ഞാൻ കടയിൽ കയറുന്നുണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നോട്ട് ബുക്ക് വാങ്ങിച്ചപ്പോൾ എന്നെ ബെൽറ്റ് വെച്ച് തല്ലി. അപ്പോൾ പിന്നെ അതുപോലെ എൻ്റെ ബുക്ക് എന്നും തുറന്ന് നോക്കും പറയണേ ലെറ്റർ വല്ലതും ഉണ്ടോ. മിക്സർ കോളേജ് വിടാൻ പറഞ്ഞായിരുന്നു. കാരണം BSc ബോട്ടണി ആയിരുന്നു. അപ്പം അരുവിത്ര കോളേജിലാണ് പഠിച്ചത്. അവിടെ മിക്സർ കോളേജ് അത് ഇങ്ങനെയുള്ള ഒരാൾ മിക്സർ കോളേജ് വിടത്തില്ല. അപ്പോൾ ബന്ധുക്കാരെല്ലാവരും കൂടെ വലിയച്ഛനും വലിയമ്മ എല്ലാം കൂടെ നീ പെണ്ണിൻ്റെ ഭാവി പോകും ഇങ്ങനെ പൂത്തി വെച്ചുകൊണ്ടിരുന്നിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിട്ടത്. അപ്പോൾ പ്രൊഫസർമാർക്കെല്ലാം എന്നെ ഇപ്പോഴും ഗുരുനാഥന്മാരെല്ലാവരും എന്നെ കാണാൻ വന്നു, പ്രായം ചെന്നവർ വരെ. കാരണം എന്നും കണ്ണ് നിറഞ്ഞിട്ട് റെക്കോർഡിൻ്റെ പാഠം മാഞ്ഞു പോകും. അതുപോലെ ഞാൻ കരയും. അവരോട് ഞാൻ എന്ത് പറയും. ഞാൻ അവിടെ അച്ഛൻ കൊണ്ടുവരുമ്പോഴേ ഇവർക്കറിയാം പാവം ആ കൊച്ചു വരുന്നുണ്ടെന്ന് പറയും. മിണ്ടാതെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് ബുക്ക് പിടിച്ചു വെച്ച് മിണ്ടാതെ ജീവിച്ചു പോയ ഞാൻ പറയുന്നത് എൻ്റെ അമ്മയുടെ ജീവിതം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. എന്തോ കഴിവുള്ള വീട്ടിൽ TVT പഴനിമലയുടെ പാലക്കാട് കൊച്ചുമോളാണ് എൻ്റെ അമ്മ നല്ല മിടുക്കിയായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നല്ല മിടുക്കിയായിട്ടുള്ള നല്ലൊരു സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ 17 വയസ്സിന് മൂത്ത അച്ഛനെ കല്യാണം കഴിച്ച് വൈദ്യ കുടുംബത്തിൽ വന്നു. എല്ലാം ഉണ്ട്, ധനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അടിമയെ പോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ശരിക്കുള്ള ദോഷം ഇവിടെയല്ലേ ചേച്ചി? ചൊവ്വായിക്കൊന്നും അല്ലല്ലോ ദോഷം. ശരിക്കുള്ള ദോഷം അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു ചൊവ്വാദോഷം ആയതുകൊണ്ട് അന്നൊക്കെ അവർ പറയുന്നവരെ ഇപ്പോഴും അമ്മ ആരെങ്കിലും വന്നാലും ആ അച്ഛൻ ജീവിച്ച കൺട്രോളിൽ നമ്മ വിട്ട് പറ്റില്ല, അവർക്ക് പറ്റില്ല. അതായത് പുറത്തേക്ക് വരത്തില്ല അമ്മ, ഒരിക്കലും മുറിയുടെ പുറത്ത് അമ്മ വരുന്നില്ല. എനിക്ക് ആനയെ തിളക്കാൻ ഒരു കുഞ്ഞു തോട്ടി പോരെന്ന് വെച്ചാൽ ആനയുടെ വിചാരം ഇപ്പോഴും അതുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾക്ക് ആ ഒരു പിടി ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഇറങ്ങാൻ പാടാ ചേച്ചി. അത് റിയലൈസ് ചെയ്ത് വരുന്ന സ്ത്രീകൾ വളരെ കുറവാണ്. അവർക്കിതാണ് അവരനുഭവിക്കുന്ന ഒരു അടിമത്തമാണെന്നും അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പാടുപെടും. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറേ കൂടെ ആളുകൾക്ക് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഫെമിനിസം ഒക്കെ വർക്കൗട്ട് ആവുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്? ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴി. അപ്പോൾ ഇയാളുടെ പെയിൻ കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത് നമ്മൾ പണ്ട് എപ്പോഴോ അനുഭവിച്ചതാണല്ലോ, നമുക്ക് ആ പെയിൻ കിട്ടും. അവിടെയാണ് നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യുന്നത്, സമരസപ്പെടുന്നത്, നമ്മൾ അവരുമായിട്ട് കൂടെ നിൽക്കണം. അപ്പോൾ ഒരു ഇതിന് എനിക്ക് പ്രൈസ് കിട്ടിയെന്ന് അടുപ്പിനുള്ളിൽ എരിഞ്ഞടങ്കം വിറക് കൊള്ളിയല്ല സ്ത്രീ, പാരതന്ത്ര്യ തടവറയിലെ ബന്ധിയും അല്ല സ്ത്രീ. അങ്ങനെ ഒരു വരികൾ എഴുതിയ അതപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇത് ഇത്രമേൽ ഒരു ഫീല് വരുന്നുണ്ടല്ലോ ചേച്ചി, അത് എന്താണെന്ന് പറയാം, എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? എപ്പോഴും എൻ്റെ അമ്മ ഊതി 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 കണ്ണ് കലങ്ങിയ ഒരമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് മുലപ്പാൽ തരുമ്പോൾ അന്ന് കുഞ്ഞാണെ പോലും എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാലിനെക്കാട്ടിലും കൂടുതൽ നീ കുടിച്ചിരിക്കുന്ന എൻ്റെ കണ്ണുനീരാന്ന്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലപ്പോൾ വിവാഹ ജീവിതത്തിലായാൽ പോലും ഒരു പുരുഷൻ തൊട്ടാലും നമുക്കൊന്നും ചിലപ്പോൾ തോന്നണമെന്നില്ല. നമ്മുടെ മരവിച്ചു പോയ ഒരു മനസ്സാണ്.
ഞാൻ അതുകൊണ്ടാണോ ചേച്ചിക്ക് ക്യാൻസർ വരാനുള്ള? എനിക്ക് വർഷങ്ങളോളം ഞാൻ അനുഭവിച്ച വേദനകളിൽ നിന്നാണ് ഹോർമോൺ ഇംബാലൻസ്, അതായത് മീൻസ് കോർട്ടിസോൺ ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ കരയുമ്പോൾ, ഇപ്പം ഞാൻ കരയാറില്ല. ഞാൻ എന്താ പറയുക, ഓളെന്നോട് ചോദിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദനകൾ പുറത്തോട്ട് വരും. ഇനി അത് പിന്നെ കുറച്ച് നിയന്ത്രിക്കാൻ ഭയങ്കര പാടാണ്. പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് കണ്ണിൽ വെള്ളം ഇല്ലാതിരുന്ന സമയം വരെ ഉണ്ട്. ചേച്ചി ആ സമയത്ത് മുടിയൊക്കെ മുറിച്ചല്ലേ? മുടി മുറിച്ചതല്ല മോളെ, മുടി ഇത്രയും മുടി ഉണ്ടായിരുന്നു. അപ്പം യക്ഷിയുടെ മുടി പനങ്കല പോലെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ചേട്ടനും പ്രഭു രാത്രിയിൽ ഇത് അഴിച്ചിട്ടിരിക്കുമ്പോൾ പേടി വരുന്നത്. എനിക്ക് ഇതൊന്ന് കെട്ടി വെക്കാൻ പറ്റില്ല. എൻ്റെ അത് ഉണങ്ങാണെങ്കിൽ നല്ലോണം കുറച്ച് നേരം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കെട്ടി വെക്കാത്തത്. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ മുടി പോകുമെന്ന് ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും അവിടെ ചെന്നപ്പോൾ ഈ മുടി പോവല്ലോ എന്നൊക്കെ ഇങ്ങനെ നേഴ്സുമാരൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിത്രധാര ഡോക്ടർ പറഞ്ഞു, പ്രിയ ജീവനല്ലേ വലുത്. എനിക്ക് ആരാ ആ ഡോക്ടർ എന്ന് അറിയത്തില്ല, അത്രയ്ക്ക് എനിക്ക് ജീവനാണ്. പ്രിയയുടെ എന്നാ പറയുന്ന, പ്രിയ ജീവിച്ച വേദനകളും ഇതും എല്ലാം വെച്ച് പ്രിയയുടെ ജീവനല്ലേ വലുത്. മുടി പോട്ടെ, കിളുത്ത് വരും. അപ്പം ഞാനോടത്ത് കിളുത്ത് വരത്തില്ല. അപ്പോൾ ഒരു കീമോ എടുത്തു, 2 കീമോ എടുത്തു, മുടി പോകുന്നില്ല. അപ്പം ഞാനോർത്ത് എൻ്റെ പോകില്ല. 3ാമത്തെ കീമോയ്ക്ക് മോം നോക്കുമ്പോൾ അടുക്കളയിൽ ഇങ്ങനെ ഒരു ബണ്ടിലായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞൂർന്ന് കിടക്കും. അപ്പം അവൻ പറഞ്ഞു, അയ്യോ അമ്മ ഇങ്ങ് വാന്ന് പറഞ്ഞു. ആക്കി അമ്മിക്കോ എന്ന് പറഞ്ഞ് കണ്ടൻറ് റൈറ്ററുണ്ട് മോൻ്റെ ആർട്ട് ഫിലിം ചെയ്യുന്ന, അവനെ മോനും കൂടെ പഠിച്ചു തന്നു. പിന്നെ സർജറി ചെയ്യാൻ നേരം കൂടെ പറപ്പുണ്ട്, ഭർത്താവിൻ്റെ 2 സിസ്റ്റേഴ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. ചേട്ടന് മുകളിലോട്ട് വരത്തില്ലല്ലോ, പിന്നെ ഒരു ട്രാൻസ് വന്ന എനിക്ക് നിന്നത്. അപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് തന്ന, എൻ്റെ ജീവിതം തന്ന. ഇനി ഞാൻ ആരുടെ മുമ്പിലും തല കുനിക്കത്തില്ല. എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ നല്ലോണം റിയാക്ട് ചെയ്യും. എനിക്കിനിയും മരിക്കാനൊന്നും നേരമില്ല മോളെ. എനിക്കിനിയും ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ. ഞാൻ അനുഭവിച്ച വേദനകൾ, എൻ്റെ ഒരു ബുക്ക് എഴുതണം. ഇപ്പം മോള് കണ്ണ് നിറയുന്ന ഞാൻ ഇത്ര അനുഭവിച്ച വേദനകൾ പറയും. അപ്പം ഞാൻ എഴുതുന്ന ബുക്ക് വായിച്ച മോൾ എന്ത് ചെയ്യും? ചേച്ചി ശ്വാസം എടുക്ക. ആ ഒരു അനുഭവത്തിൽ കൂടെ സിനിമയാക്കാൻ ആ ബുക്ക് ഞാൻ എഴുതിയ മോൾ എന്ത് ചെയ്യും? അത് വായിച്ച് ഒരു സ്ത്രീ അനുഭവിച്ചിട്ടില്ലാത്ത, കാരണം എൻ്റെ അച്ഛൻ കഴിക്കത്തില്ല, വലിക്കത്തില്ല, പെണ്ണു വിഷയമില്ല, ഒന്നുമില്ല, എഴുത്തുകാരനാണ്. ഒരു സ്ത്രീ അനുഭവിച്ച ജീവിത വ്യഥകൾ. അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഫ്രണ്ട്ഷിപ്പില്ല. എനിക്ക് ആണുമില്ല പെണ്ണുമില്ല, ആരും എനിക്ക് ഫ്രണ്ടില്ല. എനിക്കൊരു സുഹൃത്ത് എന്ന് പറയുന്ന താല്പര്യമില്ല. കാരണം ഞാൻ പറയുന്നത് അത് ഉൾക്കൊണ്ടിട്ട് നാളെ അത് എന്നെ വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് അത് ഭയങ്കര അതുകൊണ്ടാണ് എൻ്റെ മോനും ഫ്രണ്ടില്ല. ചേച്ചി കണ്ണു അടച്ചു, കണ്ണു അടയ്ക്കും, അടിപൊളിയായിട്ട് ഇരിക്കും നമ്മൾ. ക്യാൻസർ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വരുന്നതും പണമുള്ളവൻ്റെ വീട്ടിൽ വരുന്നതും എല്ലാം എനിക്കറിയാം. കാരണം എൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചതാണ്. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചേച്ചി ആ മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ നല്ല തിക്ക് മുടിയാണ്, നല്ല തിക്ക് മുടിയാണ്. എനിക്കിഷ്ടമാണ് അച്ഛൻ്റെ തലയിൽ ഇങ്ങനെ വെക്കണത്. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പേനൊന്നും ഇല്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ നോക്കിയൊക്കെ കൊടുക്കും. എൻ്റെ അച്ഛൻ കീമോ ചെയ്തപ്പം ഇതുപോലെ, എനിക്കറിയില്ല എത്ര കീമോയുടെ അളവൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ഞാനിങ്ങനെ അച്ഛൻ്റെ എന്തോ തലയിൽ ഇങ്ങനെ ചെറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനെ കയ്യിൽ കിട്ടി. ഇത് പൊഴിഞ്ഞ് വീണു പോയി. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന 2009 കാലഘട്ടമാണ്. അപ്പം എന്താ ഇത്രത്തോളം ഇത് വളർന്നിട്ടില്ല, ക്യാൻസർ അവയർനെസ്സും വളർന്നിട്ടില്ല. ഞാൻ ഈ കയ്യിൽ ഇത് കിട്ടി. അപ്പം നമുക്ക് അറിയാം പൊഴിയുമെന്നറിയാം. എനിക്കറിയില്ല, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. ഞാൻ ആ മുടിയും കൊണ്ട് പോയി ഒറ്റ കരച്ചില്ല. എനിക്ക് ചങ്കൊക്കെ പിളർന്നു പോകുന്നു. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇല്ല എന്ത് പോയാലും വേണ്ടില്ല. ചേച്ചി പറഞ്ഞില്ല, ജീവനാണ് വലുത്, കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ അച്ഛൻ വേണം, എനിക്ക് എൻ്റെ അച്ഛൻ ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പൊഴിന്ന് പൊക്കോട്ടെ അച്ഛൻ എന്നിട്ടൊരു ക്യാപ്പൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പം ചേച്ചി ഇത് പറയുമ്പോൾ കുറേയൊക്കെ എനിക്ക് ഞാൻ അനുഭവിച്ച വേദന, ആ മകൻ എന്തായിരിക്കും അന്ന് അനുഭവിച്ച വേദന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പെട്ടെന്ന് സങ്കടം വന്നത്. ഇപ്പം ആ മുടി മുറിച്ചു. പിന്നീട് ഇപ്പം കീമോ ചെയ്തവർക്ക് അങ്ങനെ മുടി വളരാറില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ സാങ്കേതിക ചികിത്സ അനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസർ വന്നവർക്ക് മാത്രമേ ഇപ്പം മുടി പോകുന്നുള്ളെന്നാണ് ചിത്രധാര ഡോക്ടർ പറഞ്ഞു. മറ്റേ വയറ്റിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് കീമോ എടുത്താൽ പോകുന്നില്ല. എൻ്റെ വേറെ ചേച്ചിമാരെ അറിയാം, അവർക്കൊക്കെ ബ്ലഡിലൊക്കെ ഉള്ള, അവർക്കൊന്നും മുടി പോയിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം മുടി പോകാതിരിക്കാൻ എന്തോ ഇതുണ്ട്. പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു രക്ഷയില്ല, മുടി പോകും. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? എങ്ങനെയാണ് ഇപ്പോഴത്തെ വെച്ചാൽ
6 കീമോയും 27 റേഡിയേഷനും കഴിഞ്ഞു. 2 വർഷമായി ചെക്കപ്പ് നടത്തുന്നുണ്ട്. ചിത്രധാര ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, പിന്നെ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ. ഇനി ഞാൻ വേദനിക്കുമ്പോൾ എനിക്ക് പേടിയാ, വീട്ടുകാർക്കും പേടിയുണ്ട്. ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ മോളെ ഇങ്ങനെ ബോൾഡല്ല പ്രിയ എന്ന് വിളിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുന്ന തൊട്ടാവാടിയായിരുന്നു. ടച്ച് മീനോട്ടം എന്നായിരുന്നു എന്നെ നേരത്തെയൊക്കെ എല്ലാവരും വിളിക്കുന്നത്. എന്നുവെച്ചാൽ കോളേജിലൊക്കെ ആണെങ്കിലും എന്നെ പറഞ്ഞാലും കരയും. ഇപ്പം ആ സ്ഥാനത്തുനിന്ന് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങളാണ് എന്നെ അതിശക്തിയായ ഒരു പെണ്ണാക്കി മാറ്റിയത് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ചേച്ചി, നമ്മൾ ശക്തരാണ്. നമ്മൾ ചെയ്യാൻ പറ്റുന്ന വേറൊരാളോട് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ചിലവരോടൊക്കെ കളിയാക്കി ചോദിക്കും, നിങ്ങൾക്ക് 24 മണിക്കൂർ, എനിക്ക് 24 മണിക്കൂർ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്? എന്നെ 24 മണിക്കൂറിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ അത് ചേച്ചി ചെയ്യുന്നതിന് 4 ചെയ്യാൻ എനിക്ക് പറ്റൂല, മനസ്സിലായോ? നമുക്ക് രണ്ടുപേർക്കും എന്നാൽ തുല്യമായിട്ടുള്ളത് 24 മണിക്കൂറാണ്. ഞാൻ വെറുതെ വേസ്റ്റ് ആക്കുന്നു. 3 മണിക്ക് മോളിപ്പോൾ പറഞ്ഞതുപോലെ അടുക്കളയിൽ ഒരു പെണ്ണ് കഷ്ടപ്പെടുന്ന എത്രയാണെന്ന് അറിയുന്നില്ല. 3 മണിക്ക് എഴുന്നേറ്റിട്ട് സകല പണികളും ചെയ്തിട്ടാണ് ഞാൻ 5:40 ബസ്സിനോ അല്ലെ ട്രെയിനിനോ പോകുന്നത്. അപ്പോഴും മേശപ്പുറത്ത് ചെയ്യേണ്ടത് ചെയ്തു വെച്ചിട്ടാണ്. കലയും കുടുംബവും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. അമ്മയ്ക്കുള്ളത് വിളമ്പി, പ്ലേറ്റ് മോനുള്ളത് മൂടി, പിന്നെ പ്ലേറ്റ് കമത്തി വെച്ച് വെള്ളം എല്ലാം മൂടി വെച്ച് കാസറോളിൽ വെച്ച് അവനിങ്ങനെ തവി വരെ വെച്ചിട്ടാണ്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് വിളമ്പിയൊക്കെ കൊടുക്കാൻ പാടുള്ള അത്ര എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ ഞാൻ അവരുടെ കാര്യത്തിൽ ഒരു കുടുംബ നാഥ എന്ന രീതിയിൽ ഒരു ഇത് കുറവും വരുത്തിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിക്ക് അതാണ് ഇഷ്ടം. ചേച്ചിക്ക് അങ്ങനെ, അതായത് ചേച്ചിക്ക് അത് ഇഷ്ടം. ജോലിക്കാരില്ല. കീമോ എടുത്തപ്പോൾ പോലും എൻ്റെ വീട്ടിൽ ഒന്ന് അടിച്ചു തുടയ്ക്കാനോ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ താലി കെട്ടിയത് ഒരു കുടുംബത്തിലേക്ക് ഉത്തരവാദിത്വമായിട്ട് വന്നതാണ്. ചേട്ടന് 10-20,000 രൂപയാകും മോളെ ഒരാളെ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അത് ലാഭിക്കാൻ പറ്റില്ല, എൻ്റെ ട്രീറ്റ്മെൻറ്റിന് എടുക്കാമല്ലോ. ഞാൻ ബോധം കെട്ടും തലകറങ്ങിയും ഒക്കെ കപ്പയും മീനും ഒക്കെ വൈകുന്നേരം കീമോ എടുത്തിട്ട് രാവിലെ കീമോ എടുക്കും, വൈകുന്നേരം കപ്പയും മീനും മേടിക്കുക ചേട്ടാ വെച്ച് തരാമെന്ന് പറയും. അപ്പോൾ അവർക്കും ഫീലാകുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ കരയുന്നു, മോൻ കരയുന്നു, മൊത്തത്തോടെ ആകപ്പാടെ പുരുഷന്മാർ ഇത്ര വീക്കാണോന്ന്. അപ്പോഴാണ് ഞാൻ ചിത്രധാര ഡോക്ടറുടെ കാലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ പ്രായമായ അന്ന് അച്ഛനുണ്ടായിരുന്നു, അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം. അതാണ് അവർക്ക് എന്നോടുള്ള ഒരു ഫീല് വന്നു. ഒരു ക്യാൻസർ ആണെന്ന് ഒരു പ്രത്യേക മൊമെൻറ്റിൽ അറിയുമ്പോൾ അയ്യോ എനിക്ക് വന്നോന്ന്, എനിക്ക് പ്രായമായ എൻ്റെ അച്ഛൻ അത്ര വേദനിപ്പിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ പേര് ആദ്യം പറഞ്ഞേ. എനിക്കെൻ്റെ അച്ഛനെ അമ്മയെ നോക്കണം, എൻ്റെ മകനുണ്ട്, ഭർത്താവുണ്ട്. അവർ കുറേ നേരം മിണ്ടാതിരുന്നു. 3 പേഷ്യൻസിനെ വെച്ച് അകത്തോട്ട് വിളിക്കുന്നത്. അവരും ആകപ്പാടെ ഇതായി. അവസാനം എന്നെ അതുപോലെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇപ്പം ബിസിനസ് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു ഓപ്പൺ ആയിട്ടാണ്. കാലെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഒരു പേഷ്യൻ്റ് കാലെ കെട്ടിപ്പിടിച്ച് അണച്ചു. ചേട്ടൻ അപ്പോഴേ വെളിയിൽ പോയി. പുള്ളി പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊന്നും. മോനെ വിളിച്ചപ്പോൾ മോൻ കരയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തട്ടിയിട്ട് പറഞ്ഞു, പ്രിയയ്ക്കൊന്നും വരില്ല, ഞാൻ വാക്ക് തരുന്നു. അതൊരു ഇൻസ്പയർ വേർഡായിരുന്നു. കണ്ണൊക്കെ തുടച്ചിട്ട് പോ, വിഷമിക്കാതെ, ഒരു ദിവസം കഴിഞ്ഞിട്ട് വാ, നമുക്ക് നാളെ കഴിഞ്ഞ് സർജറി വേണമെന്ന് പറയാം. 3-ാം പൊക്കം സർജറി വേണം, പൈസ ഉണ്ടാകണം. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാർ, സിസ്റ്റേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. അത് പുറത്തോട്ട് ഇതില്ല, അവരെന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു ബന്ധു, ഒരു ചേച്ചി, തിത്തി ചേച്ചി എന്ന് പറയും, ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലാത്ത രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു, ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ, ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ നായികയാക്കി ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് 2 വർഷം ചെരുപ്പ് തേഞ്ഞ് നടന്നിട്ട് അത് ഇറക്കാൻ പറ്റുന്നില്ല, ഡബ്ബിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, പ്രിയാജിക്ക് ഒരു 30,000 രൂപ ഇട്ട് കൊടുക്കും ഷോർട്ട് ഫിലിം. അപ്പം അദ്ദേഹം എനിക്ക് തരാമെന്ന് പറയുന്നതിൻ്റെ പിറ്റേന്ന് ആ ഷോർട്ട് ഫിലിം ഫിനിഷായി. എനിക്ക് വേണമെങ്കിൽ പൈസ മേടിച്ച് വെക്കായിരുന്നു, ഫിനിഷ് ആയില്ലെന്നും പറഞ്ഞ്. ഞാൻ കടമൊക്കെ മേടിച്ച് ഞാൻ പറഞ്ഞു മാഷേ അത് കയ്യിലിരുന്നോട്ടെ, എപ്പോഴെങ്കിലും എനിക്കൊരു ഇതുപോലൊരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മേടിച്ചോളാം. ഞാൻ അത് മേടിച്ചില്ല. അന്നേരം പുള്ളി പറഞ്ഞു, പ്രിയാജി, ഞാനിത് പ്രിയാജിക്ക് ഷോർട്ട് ഫിലിമിന് തന്നത്, ഇത് എൻ്റെ വകയാണെന്ന് പറഞ്ഞ് രാജേഷ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈഫ് സംസ്കൃത കോളേജ് ടീച്ചറാണെന്ന് തോന്നുന്നു, PhD ഒക്കെ എടുത്തു അദ്ദേഹം. അപ്പോൾ ആ കടപ്പാടുകൾ എവിടെയോ കിടന്ന മനുഷ്യരെ തിരുവനന്തപുരത്തു നിന്ന് MJ രാധാകൃഷ്ണൻ സാർ ദേശാടന കളിയാട്ടത്തിൻ്റെ ആ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇച്ചിരി ഏജുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ വിട്ടുപോയി. ഇപ്പോൾ ചെറിയൊരു ഓർമ്മയ്ക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. മെഡിസിൻ കഴിക്കണം 5 വർഷം, അതിപ്പോൾ 2 വർഷം ആയതുള്ളൂ. അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഇവിടെ ഫോർട്ട് കൊച്ചിയിലുള്ള തെമ്മാടികളും ക്രൂരരുമായിട്ടുള്ളവർ ഫ്രൂട്ട്സുമായിട്ട് വന്നു എൻ്റെ വീട്ടിൽ. പ്രിയാമ്മയുടെ എനിക്ക് ഇത്രയധികം ആരാധകരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ മോളെ ഒരുപാട് പേരുടെ മനസ്സിൽ പ്രിയ ചേച്ചി രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സ്നേഹം,
അതങ്ങനെയാണ് ചേച്ചി. നമ്മളെപ്പോഴും പറയല്ലേ, വീഴുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ആരൊക്കെയാണെന്ന്. നമ്മൾ ചെയ്തു വെക്കുന്നത് തന്നെയാണ് നമ്മൾ എന്താണോ നമുക്ക് കിട്ടുന്ന ഒരു സ്പ്രെഡിങ്ങിൽ അത് നമുക്ക് വരും, അത് വരാതിരിക്കത്തില്ല. കാലിങ്ങനെ ചട്ടി എരുമേലിൽ നിന്നൊരു ചേട്ടൻ വന്നു. അയ്യോ ഞാനൊന്നേരം അദ്ദേഹത്തിനൊന്ന് വയ്യാതിരിക്കും. എന്തിനാ ചേട്ടാ വന്നത്? ഇത് എൻ്റെ തോട്ടത്തിലുണ്ടായ കുറച്ച് ഫ്രൂട്ട്സാന്നൊക്കെ പറഞ്ഞു. നമുക്ക് അന്നേരം ഇങ്ങനെ, അതുപോലെ എൻ്റെ പ്രൊഫസർമാരെല്ലാവരും എന്നെ കാണാൻ വന്നു. ഞങ്ങൾ പഠിച്ചെടുത്ത് ഞങ്ങളുടെ മനസ്സിൽ വേദനയോടെ എന്നും ഓർക്കുന്ന ഒരു കൊച്ചാ നീ എന്നും പറഞ്ഞു. ജെസിമിസ്, ആനിമോസ്, വരവുകാല സാറ്, അവരൊക്കെ കണ്ണൂരിൽ നിന്ന് വന്നു. അവരൊക്കെ ആയിരുന്നു എൻ്റെ പ്രോത്സാഹനവും. ചേച്ചി അതിനുശേഷം ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം കീമോ എടുക്കുന്നു. മോൻ സിനിമോട്ടോഗ്രാഫർ ആണെന്നല്ലേ പറഞ്ഞു? മോന് 2016 2 പെൺകുട്ടികൾ സ്വതന്ത്രമായിട്ട് ക്യാമറ ചെയ്തു. അതിൻ്റെ അമലാപോളിൻ്റെ അമ്മയായിട്ട് ഫുൾ ടൈം ക്യാരക്ടർ ചെയ്ത് ഞാനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരക്കഥ എഴുതി നായികയായിട്ട് അഭിനയിച്ച MJ രാധാകൃഷ്ണ സാർ ദേശാടനത്തിൻ്റെ ക്യാമറാമാൻ ക്യാമറ ചെയ്ത് മോൻ ഡയറക്റ്റ് ചെയ്ത പടം വാഹിനി, അത് മോന് സംവിധാനം ചെയ്തു. പക്ഷെ അവന് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അമ്മയും മോനും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര, അമ്മ ഇൻ്റർവ്യൂവിനൊക്കെ ഇപ്പോൾ ഭയങ്കര റിസർവ്ഡ് ആണ്. പിന്നെ ഇപ്പം ചെയ്യുന്ന ആർട്ട് ഫിലിംസ് ആണ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ഭീമ ജുവലറി, പിന്നെന്താ പറയുക ജോസ്കോ, പിന്നെ ഇത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ റെഡ് ലേബല്, ചെയ്യാത്ത ഒന്നുമില്ല. എല്ലാ ഇന്റർനാഷണൽ ആർട്ട് ഫിലിംസും ചെയ്തു. നല്ല ലൈഫ് അയ്യോ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പിനെസ് ആയിട്ടിരിക്കട്ടെ ജീവിതത്തിൽ. നമ്മൾ ചേച്ചി പറഞ്ഞല്ലോ ഒരുപാട് കരഞ്ഞ ചങ്കിനത് ഇനി കരയാൻ വെള്ളമില്ല, അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ ഇനി ഇല്ല ശരീരത്തിൽ, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാന്ന് പറഞ്ഞാലേ ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവട്ടെ ചേച്ചി. ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യട്ടെ. അതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പാട്ടുണ്ടല്ലോ മൈര എന്നുള്ളത്, ആക്ച്വലി എന്നെ സംബന്ധിച്ച് അതെനിക്കൊന്നും തോന്നാത്തൊരു കാര്യമാണ്. അതൊരു ബാഡ് വേർഡ് ആണെന്നോ അല്ലെങ്കിൽ എനിക്കറിയില്ല അതെങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി അത് ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഒരു വേർഡ് എഴുതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ചെയ്തത്? അങ്ങനെയൊക്കെ എന്നോട് മുഖത്ത് നോക്കി ചോദിച്ചാൽ സത്യം പറയേണ്ടി വരും. പറയൂ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കാഞ്ഞിരപ്പള്ളിയാണല്ലോ. അപ്പോൾ ഷൈൻചേട്ട നാട്ടിൽ ഈ മൈര എന്നുള്ള ഒരു വിളി കോമൺ ആണ്. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വെടി മൈര ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഞാൻ അന്നേരം നല്ല അത്യാവശ്യം പിന്നെ അച്ഛൻ എൻ്റെ അമ്മേനെ കുറച്ച് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് പാലായിക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചച്ഛൻ, പിന്നെ പുള്ളി വക്കീലാണ്, പുള്ളിക്കാരന് അവിടെ നിന്ന് അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ട് എന്നാ കാണിക്കാനാ, അങ്ങനെ എന്തോ ഒരു അഭിസംബോധന എന്നെ ചെയ്തു. ഞാൻ അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി, അതാ പറഞ്ഞ ആൾ എന്തോ ഒരു കുന്നായ്മ പിടിച്ച ഒരു പുരുഷന്മാരിലും ഉണ്ട് കുന്നായ്മ, ബിജു എന്ന് പറയും. അപ്പോൾ ഈ കോർട്ടിൽ വെച്ച് അത് പറഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയയുടെ കൊച്ചച്ഛന് എന്തൊരു അരപ്പിരിയാണോ, എന്തൊരു മോശമായിട്ടാണ് പ്രിയനെ അഭിസംബോധന ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എനിക്കെന്നാൽ ഇതിനൊന്ന് പ്രതികരിക്കണം. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നവർക്ക് പിന്നെ പോലീസുകാർക്കൊക്കെ അത് ഒരു ബാധകമാണല്ലോ. ആ ഒരു വാക്കെന്ന് പറയുമ്പോൾ തലമുടിയൊന്നും അല്ല മോളെ, അതൊരു വേണ്ടാത്തൊരു വേണ്ട. തലമുടി എന്ന് പറയുന്നത് നമ്മുടെ വർജ്യമായി നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം വെട്ടിക്കളയുന്ന ഒരു സാധനത്തിനല്ലേ നമ്മൾ തലമുടി ആണല്ലോ. അപ്പൊ സ്ത്രീ അങ്ങനെ വെട്ടിക്കളയേണ്ടവളോ ഇങ്ങനത്തെ ഒരു വർത്താനം കേൾക്കേണ്ടതോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ അത് അർത്ഥവത്തായ രണ്ടാമത്തെ ആ മോള് പറഞ്ഞ്. ആദ്യത്തേത് അത് വേറെയാണ്. ആദ്യത്തേൻ്റെ അകത്ത് ശരിക്കും അർത്ഥവത്തുണ്ട്. ഓക്കെ, ഞാൻ ചേച്ചിനകത്ത് അങ്ങനത്തെ ഒരു പാട്ട് കേൾപ്പിക്കാവേ. ഇത് ഏത് ഭാഷയാ? ഞാനിത് ചോദിക്കാൻ കാരണം ഞാൻ ഈ തുളുവിൽ അതിന് അർത്ഥം തന്നെ അതിൻ്റെ ഇതിൽ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. മൈ ചാമിങ് ബുൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുൾ അങ്ങനെയാണ് അതിനകത്ത് അത് വേർഡ്. ഞാൻ പറയാം പല സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ വാക്കിന് ഇപ്പൊ തന്നെ സിനിമയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സീരിയലിലേക്ക് ഈ ഒരു വേർഡ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വേർഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇപ്പൊ തെറി കൂട്ടി പറയുന്നല്ല, അത് തെറിയാണ്. അത് ആദ്യമായിട്ട് കേൾക്കാത്ത അല്ല ഉപയോഗിക്കാത്ത ഒരു സ്ത്രീയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്തോ നമ്മളെ ഇത് തെറിയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എന്തോ ബാഡ് വേർഡ്സ്, തെറിയല്ല ബാഡ് വേർഡ്സ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇതെന്താ നമ്മളെ ഇങ്ങനെ വിളിക്കുന്നത്, നമ്മൾ അത്ര കുറഞ്ഞതാണോ, ഇതാണ് വരുന്നത്. പക്ഷെ ഇത് പറയാതെ സംസാരിക്കുന്നവർ വളരെ ചുരുക്കമാണിപ്പം. അതൊരു വലിയ സംഭവമായിട്ടല്ല, അതൊരു ഡിക്ഷണറിയിൽ ആഡ് ചെയ്ത പോലെ ആയിപ്പോയി നമ്മൾ. എന്നുവെച്ചാൽ എന്തെങ്കിലും അറിയാതെ അവൻ മയ്യെങ്കിലും വരെ പറയും, പറഞ്ഞില്ലെങ്കിലും മയ്യെങ്കിലും പറയും. അതൊരു സ്നേഹമില്ലാഞ്ഞിട്ട്. പക്ഷേ മോളെ സത്യാവസ്ഥ അതല്ല, അത് ഷോർട്ട് ഫിലിമിലെയാണ്. ആ ഷോർട്ട് ഫിലിം കണ്ടവർക്ക് എനിക്ക് സത്യജിത്ര ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, പിന്നെ വേറെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ്,
അതിൻ്റെ അകത്തെ സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് അവര് അല്ല അത് കറക്റ്റ് അത് കണ്ടോ? ഇല്ല ആ ഷോർട്ട് ഫിലിം അതിലെ പാട്ടായിരുന്നു ആദ്യത്തെ എഴുതി. അപ്പൊ ആദ്യത്തെ ഇട്ടില്ല, അത് മില്യൺസ് കണ്ടു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ എൻഡ് ടൈറ്റിൽ സോങ് ആയിട്ട് ഇട്ടാ. അതാ ഞാൻ ഇന്ന് ഇട്ട് തരാം. അത് സ്ത്രീയുടെ സ്ത്രീയുടെ ദുരവസ്ഥയില് ഒന്നും അവർ ഞാൻ പറഞ്ഞ അപ്പ ചേളടിച്ച് എന്താ കട്ട് ചെയ്യട്ടെ. സ്ത്രീയുടെ ദുരവസ്ഥയിൽ അതിൻ്റെ അകത്ത് സാമ്യമുള്ള പേരെ ഇട്ടേക്കുന്നത് മീര അതിൻ്റെ അകത്ത് വൈഫിന്റെ പേര്. അയാള് എപ്പോഴും വിളിക്കുന്ന മൈര. അപ്പൊ അവൾ ഈ മീര എന്ന് വിളിച്ചപ്പോ അവള് ശരിക്കും കേട്ടില്ല, എന്തോ അടുക്കള പണിതോണ്ടിരിക്കും. അപ്പൊ ഫ്രണ്ടിനോട് പറയാം, കണ്ടോ അവളുടെ യഥാർത്ഥ പേര് മീര എന്ന് വിളിച്ചാൽ കേൾക്കത്തില്ല, നേരെ വെച്ച് മൈര എന്ന് വിളിക്കുമ്പോൾ ഓ ഇങ്ങനെ കേൾക്കുമെന്ന്. കാരണം അവള് നിരന്തരം അതാ കേൾക്കുന്നത്. എന്റെ ഭാഗത്ത് അവള് ഞാനത് നല്ലതാണ് അല്ലല്ല ഞാൻ പറഞ്ഞതാ മോളോട്, അതൊന്നും അല്ല മോള് പറഞ്ഞിട്ടൊന്നുമല്ല, ചേച്ചി പറഞ്ഞതാ. അതിന്റെ ലാസ്റ്റ് അവള് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്ര വേണേലും ഉപദ്രവിച്ചോളൂ, പിന്നെ എന്നെ എത്ര വേണേലും ഉപദ്രവിച്ചോളൂ, തല്ലിക്കോളൂ, പക്ഷെ മൈരെന്ന് മാത്രം. അത് ഞാൻ അനുഭവിച്ച് കരഞ്ഞ് അത് വെക്കുമ്പോ ഗ്ലിസറിൻ ഇല്ലാതെ ഒഴുകും ഇപ്പൊ മുമ്പേ വന്ന പോലെ. കാരണം അനുഭവത്തിൽ കൂടെ ഉള്ള തീർച്ചയായും അതൊരു ഇൻസൾട്ട് തന്നെയാണ് പലർക്കും. എനിക്കത് ഇഷ്ടമല്ല. അത് ആരെ പറയുന്ന കേട്ടാലും എനിക്ക് ഒട്ടും ഇൻസൾട്ട് തന്നെയാണ്. ഞാൻ ആ പേരിലാണ് തമ്പാനൂരൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സല്യൂട്ട് അടിക്കും. ഞാൻ മാസ്ക് ഒക്കെ വെച്ച് പോകുമ്പോഴും ആ മാസ്ക് ഒന്നും ഇത് മറ്റേ ചേച്ചിയല്ല, ഇത് ചേച്ചി ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ജീവിക്കാൻ, വൈഫ് ഇത് രാവിലെ കൊണ്ടുവെക്കും കട്ടൻ കാപ്പി വെച്ച്, പിന്നെ ഞങ്ങൾക്ക് അവരെ വിളിക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ പ്രയോജനം അല്ല, കുറെ പേര് നിർത്തി ആ വിളി. അത് നല്ലതാണ്. അതാ ഷോപ്പിലും കണ്ടിട്ട് പറഞ്ഞു, പ്രിയ മാഡം ഒരാൾ വിളിച്ചിട്ട് മൂക്കൊക്കെ അടഞ്ഞ്, ഞാനിനി എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞില്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞത് അത് കോമൺ ആയി എന്ന് പറയുന്നത് ചിലവർക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇല്ലാതെ അതൊരു ചെയ്യരുത്. നമ്മൾ ഒരാളെയും നമ്മൾ ബാഡ് വേർഡ് നമുക്ക് എന്തിനാ പേരിട്ടേക്കുന്നത്? വിളിക്കാനല്ലേ, ആ പേര് വിളിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ചേച്ചി നമ്മൾ പറഞ്ഞ ഇപ്പൊ പുതിയ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം എന്തായിരുന്നു? ലാസ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിം വൈക്കം വിജയലക്ഷ്മി മാഡം പാടിത്തന്ന പൂണൂലും പരബ്രഹ്മവും. ഞാൻ കണ്ടിരുന്നു ടീസർ. ഞാൻ ഇപ്പൊ ഇനി അത് തന്നെ പൂണൂലിൽ പൂത്ത നീർമാതളം, അതൊരു പ്രത്യേക വരികളാണ് അതിൻ്റെ. അതെനിക്ക് ചുമ്മാ കുറച്ച് വരികൾ ഇങ്ങനെ വരും. പിന്നെ ഇപ്പൊ ചെയ്യാൻ വന്ന പൊട്ടൻ എന്ന് പറഞ്ഞ ഷോർട്ട് മൂവി ചെയ്യും. പിന്നെ ഫിലിം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ആർക്കും വേദനയില്ലാത്ത രീതിയിൽ എൻ്റെ അമ്മയുടെ ലൈഫും വേറെ ഒരു സ്ത്രീയുണ്ട്, ഒരു ആൻറ്റി ഇപ്പം മരിച്ചുപോയി, അവരുടെ ലൈഫ് വെച്ചിട്ട് സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അതിശക്തമായ സ്ക്രിപ്റ്റ്. ഇത് ഞാൻ വാഹിനി ചെയ്യുന്നതിന് മുമ്പ് ഇതായിരുന്നു പ്രൊഡ്യൂസറെ കാണിച്ചത്. പ്രൊഡ്യൂസറുടെ ഏജ് ആയിട്ടുള്ള മനുഷ്യനാണ് പുള്ളി. എന്നിട്ട് ഇങ്ങനെ ശങ്കത്ത് തൊട്ടിട്ട് പറഞ്ഞു, ഇത് കാണുന്ന പ്രേക്ഷകർ ആകാശദൂത് കാണുന്ന പോലെയല്ല, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, അതുകൊണ്ട് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാനെന്ന് പറഞ്ഞ് പുള്ളി മാറ്റി വെച്ചിട്ട് MJ സാറാ പറഞ്ഞ ക്യാമറ എല്ലാം പറഞ്ഞ് ഓക്കെ അല്ലേ, സാറ് സ്ക്രിപ്റ്റ് വായിച്ചല്ലേ, അപ്പോൾ പറഞ്ഞ് പ്രിയ വേറെ ചെറുതൊരെണ്ണം വേഗം ഇയാളെ വിടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വാഹിനി ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് ചെയ്യണം. എന്താ അത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്യണം, ആരെയും വേദനിപ്പിക്കാനല്ല. ഇങ്ങനെയും ഇനി ഒരിക്കൽ പാരനോയിഡ് എന്ന് പറയുന്ന ഒരു സംശയരോഗമുണ്ട്, അത് അറിയത്തില്ലാതെ ഭാര്യമാരെത്ര സഹിച്ചിട്ടോ അവരെ ഇനി വേറുള്ള സ്ത്രീകൾ കുറ്റപ്പെടുത്തിട്ട് അതിനുള്ള യഥാർത്ഥത്തിലുള്ള മെഡിസിൻ കൊടുക്കണം. ഇപ്പൊ ഡോക്ടറുടെ മോനായിട്ടും അല്ല, അച്ഛനപ്പം ജീവിച്ചത് അങ്ങനാണ്. അച്ഛനെ ഒറ്റപ്പെട്ട് 2 സിസ്റ്റേഴ്സിനോടായിരുന്നു സ്നേഹം. വലിയ ഡോക്ടർ ആകുമ്പോൾ വൈഫും അവരെല്ലാവരും പോകും, മകനെ വീട് ഏൽപ്പിച്ചിട്ട് പോകും. അതിൽ നിന്നാവാം ഒരു പക്ഷേ എൻ്റെ ഭാര്യ എൻ്റേത് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ആരോടും മിണ്ടരുത്. അമ്മയുടെ ആങ്ങളമാരോട് പോലും അമ്മ മിണ്ടുന്ന സംശയമായിരുന്നു. അവരുടെ ഞാൻ പറഞ്ഞില്ല ട്രോമകളാണ് അവരെ അങ്ങനെ ആക്കണം. മോളെ ആ ട്രോമയിൽ അലിഞ്ഞു പോകുന്ന എന്താ പറയാ വേദനിക്കുന്ന ഒരു ഫ്രഷ് ജീവിതം ഉണ്ടായിരുന്നു. തീർച്ചയായും ചേച്ചി, അത് ഇപ്പോഴല്ലേ നമുക്ക് തിരിച്ചറിയുന്നേ. ചേച്ചിയുടെ ഇന്നത്തെ അറിവ് അന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിത് കുറെ കൂടെ നന്നാക്കത്തില്ലേ? അത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന അവയർനെസ് കൊടുക്കാൻ പറ്റും. അത് ഈ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ എഴുത്തുകളിലൂടെ, ചേച്ചിയുടെ ഷോർട്ട് ഫിലിമിലൂടെ അത് നന്നായിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ക്യാൻസർ എന്നുള്ള 1 മണിക്കൂർ ഞാൻ എൻ്റെ ലൈഫ് പകർത്തി വെച്ചിരിക്കുന്ന അത് 10,000 രൂപയും കൂടെ ഉണ്ടെങ്കിലേ അത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ആരോടും കാലെ പിടിക്കാതെ ഞാൻ തന്നെ അത് എൻ്റെ കയ്യിൽ പൈസ മ്യൂസിക്കും കൂടെ ചെയ്യണം. ബാക്കിയെല്ലാം ചെയ്തു വെച്ച് അത് കാണുമ്പോൾ പിന്നെ നമുക്കതിനെക്കുറിച്ച് എന്താണ് ക്യാൻസർ, എങ്ങനെ അതിജീവനം, അതൊക്കെ മനസ്സിലാവും. ക്യാൻസർ എന്ന് തന്നെ പേരിട്ടേക്കുന്നത്. ഓക്കെ ചേച്ചി, എന്താണെങ്കിലും ചേച്ചിയുടെ വർക്കുകളൊക്കെ നന്നായിട്ട് പോട്ടെ. നമുക്ക് കുറച്ച് സമയം ഇരിക്കാൻ വന്നതിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ചേച്ചീനെ ഒന്നുമില്ല. എനിക്ക് എല്ലാ ചാനലും 64 ചാനലും ഇപ്പം മൊത്തം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഒരു ഇൻറ്റിമസി തോന്നുകയും പിന്നെ ഇങ്ങനെ ഒരു ലേഡി ഇങ്ങനെ നല്ല മനസ്സുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തെ ഇത്രയധികം വിശകലനം ചെയ്യുന്ന ഒരു അവതാരിക, ആ ഒരു കാര്യത്തിൽ മോൾക്ക് എന്നും ചേച്ചിയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ നന്നായി വരും. ചേച്ചി നന്നായി വരട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. എനിക്കും ആയുസ്സും ഒക്കെ ഉണ്ടാകണം, ഇനിയും ചെയ്യണം. തീർച്ചയായും നമ്മൾ ഇനിയും കാണും. ഓക്കെ, താങ്ക് യു.